വീണ പരക്കംപാച്ചിൽ. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ പരക്കംപാച്ചിലാണ്. കാരണം ഇന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നിർണായകമായിട്ടുള്ള ഒരു തെളിവ് പുറപ്പെടുവിച്ചിരിക്കുന്നു. ആ തെളിവിൽ എന്താണ് പറയുന്നത്? തെളിവ് എന്ന് പറയുന്നത് ശശിധരൻ കർത്തയുടെ, അതായത് CMRL MD ശശിധരൻ കർത്തയുടെ മൊഴിയായിരുന്നു. നമ്മൾ ഇതുവരെ അന്വേഷിച്ചത് എന്തുകൊണ്ടാണ് ശശിധരൻ കർത്തയുടെ മൊഴി ഇതുവരെ ED രേഖപ്പെടുത്താതിരുന്നത് എന്നായിരുന്നല്ലോ നമ്മുടെ ഇതുവരെയുള്ള സംശയം. ആ സംശയം തീർന്നിരിക്കുന്നു. ശശിധരൻ കർത്തയുടെ മൊഴി നേരത്തെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രേഖപ്പെടുത്തിയിരുന്നു. കൃത്യമായി പറഞ്ഞാൽ 2024 ഏപ്രിൽ 14 ശശിധരൻ കർത്തയുടെ മൊഴി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രേഖപ്പെടുത്തിയത്. നമ്മൾ ഇതുവരെ കരുതിയിരുന്നത് എന്താണ്? ശശിധരൻ കർത്തയുടെ ആരോഗ്യസ്ഥിതി മോശമായതുകൊണ്ടാണ് അദ്ദേഹത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യാതിരുന്നത് എന്നാണല്ലോ. എന്നാൽ അതിന് മുൻപൊക്കെ തന്നെ അദ്ദേഹം ആരോഗ്യവാനായിരുന്ന ആ ദിവസങ്ങളിൽ, ആ സമയങ്ങളിൽ തന്നെ കൃത്യമായി തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ശശിധരൻ കർത്തയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. 2024 ഏപ്രിൽ 14 ആ മൊഴിയിൽ എന്താണ് പറയുന്നത്? ആ മൊഴിയിൽ പറയുന്നത് പിണറായി വിജയന്റെ മകൾ വീണയുടെ എക്സാലോജിക് കമ്പനി ഒരു പൈസയുടെ പോലും സേവനം CMRന് നൽകിയിട്ടില്ല. വീണ വിജയൻ പറഞ്ഞത് CMRലിന് എക്സാലോജിക് സേവനം നൽകിയിട്ടുണ്ട്, അത് നേരിട്ടുള്ള സേവനമായിരുന്നു എന്നാണ് ഇതുവരെ വീണ വിജയൻ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആവർത്തിച്ച നുണയാണ് വീണ വിജയൻ പറഞ്ഞിരുന്നത്. ആ നുണക്കൊട്ടാരങ്ങളെ ചീട്ടുകൊട്ടാരം പോലെ അട്ടിമറിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇതാ CMRL MD ശശിധരൻ കർത്തയുടെ മൊഴി വന്നിരിക്കുന്നു. നുണയുടെ ചീട്ടുകൊട്ടാരങ്ങൾ പൊളിഞ്ഞു വീഴിന്നിരിക്കുന്നു. ശശിധരൻ കർത്തയുടെ മൊഴി ചെന്ന് തറയ്ക്കുന്ന എവിടേക്കാണ്? വീണ വിജയനിലേക്കാണ്, പിണറായി വിജയനിലേക്കാണ്. രണ്ടുപേരും അതീവ ഗുരുതരമായ കുരുക്കിൽപ്പെട്ടിരിക്കുന്നു. CMRL MD ശശിധരൻ കർത്തയുടെ മൊഴി പുറത്തു വന്നതോടുകൂടി എന്താണ് ആ മൊഴിയിൽ ശശിധരൻ കർത്ത പറയുന്നത്? 2024 ഏപ്രിൽ 14 ശശിധരൻ കർത്തയുടെ മൊഴിയിൽ അക്കമിട്ട് ശശിധരൻ കർത്ത പറയുന്നു, ഒരു തരത്തിലെ സേവനവും എക്സാലോജിക്ക് എന്റെ കമ്പനിയായിട്ടുള്ള CMRലിന് നൽകിയിട്ടില്ല. പിന്നെ നമുക്ക് സ്വാഭാവികമായി അവിടെ സംശയം തോന്നാം, പിന്നെങ്ങനെയാണ് വീണയ്ക്ക് 2,78,00,000 രൂപ CMRL നൽകിയത്? എന്തിനാണ് വീണയ്ക്ക് പ്രതിമാസം 5 ലക്ഷം രൂപയും എക്സാലോജിക്കിന് 3 ലക്ഷം രൂപയും വീതം ശശിധരൻ കർത്ത നൽകിക്കൊണ്ടിരുന്നത്? അതിനും ശശിധരൻ കർത്തയുടെ മൊഴിയിൽ വ്യക്തമായ ഉത്തരമുണ്ട്. അത് ഞാനും പിണറായി വിജയനും തമ്മിലുള്ള വ്യക്തിപരമായ ബന്ധത്തിന്റെ പേരിലാണ് മകൾക്ക് പണം കൊടുത്തത് എന്നാണ്. അല്ലാതെ സേവനം നൽകിയതിന്റെ പേരിലല്ല. വീണ വിജയന്റെ എക്സാലോജിക്ക് ഏതെങ്കിലും തരത്തിലുള്ള സേവനം ശശിധരൻ കർത്തയുടെ CMRലിന് നൽകിയിട്ടില്ല. അത് പറയുന്നത് ആരാണ്? CMRലിന്റെ MD ആയിട്ടുള്ള, CMRലിന്റെ എല്ലാമായിട്ടുള്ള ശശിധരൻ കർത്ത പറയുന്നു, ഒരു രൂപയുടെ പോലും സഹായം എക്സാലോജിക്കിൽ നിന്ന് ഞങ്ങളുടെ കമ്പനി CMRL, എന്റെ കമ്പനി CMRL ഇതുവരെ എക്സാലോജിക്കിൽ നിന്ന് സേവനത്തിനായി 1 രൂപ പോലും അങ്ങോട്ട് നൽകിയിട്ടില്ല. ഒരു സേവനവും ഇങ്ങോട്ട് ലഭിച്ചിട്ടുമില്ല. ഒരു സേവനവും വീണയുടെ ഭാഗത്ത് നിന്ന് ലഭിച്ചിട്ടില്ല. ഒരു സേവനവും വീണയുടെ എക്സാലോജിക്കിൽ നിന്ന് CMRL ഇതുവരെ കൈപ്പറ്റിയിട്ടില്ല. ഒരു സേവനവും ഞങ്ങൾക്ക് വേണ്ട. ഇതുവരെ നമ്മൾ കരുതിയിരുന്ന എല്ലാ നുണക്കൊട്ടാരങ്ങളും പൊളിഞ്ഞെടുക്കുകയാണ്. ഇതുവരെ വീണ പറഞ്ഞത് മുഴുവൻ കള്ളമാണ്. കാരണം വീണ പറയുന്നത് ഞാൻ എന്റെ കമ്പനിയായിട്ടുള്ള എക്സാലോജിക്ക് CMRലിന് സേവനം നൽകിയ അതിന്റെ പ്രതിഫലമാണല്ലോ ഈ 2,78,00,000 രൂപ എന്നത്. എന്നാൽ അതിനെ ആരാണ് ഖണ്ഡിക്കുന്നത്? CMRലിന്റെ MD ആയിട്ടുള്ള ശശിധരൻ കർത്ത. അദ്ദേഹത്തെ എന്തുകൊണ്ടാണ് ഇതുവരെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിളിച്ചു വരാത്തത് എന്നായിരുന്നു നമ്മുടെ സംശയം. അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി ഇപ്പോൾ ഗുരുതരമായി തുടരുകയാണ്. അതുകൊണ്ടാണ് ശശിധരൻ കർത്തയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിളിച്ച് വരുത്താത്തത്. ശശിധരൻ കർത്തയുടെ മകൻ ശരണസ് കർത്തയെ ED ചോദ്യം ചെയ്തല്ലോ. അദ്ദേഹത്തിന്റെ സ്ഥാപനമായ CMRലിന്റെ മുതിർന്ന ഉദ്യോഗസ്ഥരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൊച്ചിയിലെ സോണൽ ഓഫീസിൽ വെച്ച് ചോദ്യം ചെയ്തല്ലോ. അപ്പോഴൊക്കെ മലയാളിയുടെ മനസ്സിൽ ഉയർന്നൊരു ചോദ്യം, എവിടെയാണ് ശശിധരൻ കർത്ത? എന്തുകൊണ്ടാണ് അദ്ദേഹം ഗുരുതരാവസ്ഥയിൽ കഴിയുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി, അല്ലെങ്കിൽ ആശുപത്രിയിലാണ് കഴിയുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ ആശുപത്രിയിൽ പോയി എന്തുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മൊഴിയെടുക്കുന്നില്ല, ചോദ്യം ചെയ്യുന്നില്ല എന്നായിരുന്നല്ലോ നമ്മുടെ സംശയം. ആ സംശയം ഇതാ അവസാനിച്ചിരിക്കുന്നു. അതായത് ശശിധരൻ കർത്തയ്ക്ക് ഇപ്പോൾ ഗുരുതരാവസ്ഥയിലാണെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ മൊഴി അന്ന് തന്നെ രേഖപ്പെടുത്തിയിരുന്നു. അദ്ദേഹത്തിന് ആരോഗ്യമുള്ള കാലത്ത് തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ആ മൊഴിയിലാണ് പറയുന്നത് 1 രൂപയുടെ സേവനം പോലും വീണ വിജയൻ നൽകിയിട്ടില്ല എന്നുള്ളതാണ് ശശിധരൻ കർത്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മൊഴി. ഇവിടെ 2 പേരാണ് പ്രതിസന്ധി
പ്രതിസന്ധിയിലായിരിക്കുന്നത്. രണ്ടു പേർക്ക് മേലാണ് ഊരാക്കുരുക്ക് വീണിരിക്കുന്നത്. ഒന്ന് പിണറായി വിജയനും, രണ്ട് മകൾ വീണയ്ക്കും. ശശിധരൻ കർത്തയുടെ മൊഴിയിൽ പറഞ്ഞതാണ്, പിണറായി വിജയനോടുള്ള വ്യക്തിപരമായിട്ടുള്ള അടുപ്പത്തിന്റെ പേരിലാണ് വീണ വിജയന് നൽകിയിട്ടുള്ള ഈ 2,78,00,000 രൂപ. പിണറായി വിജയനുമായിട്ടുള്ള വ്യക്തിബന്ധത്തിന്റെ സൗഹൃദത്തിന്റെ പേരിലാണ് മകൾക്ക് പണം കൊടുത്തത്. മാസം 5 ലക്ഷം രൂപ പിണറായി വിജയന്റെ മകൾ വീണയ്ക്കും, 3 ലക്ഷം രൂപ പിണറായി വിജയന്റെ മകളായിട്ടുള്ള വീണ വിജയന്റെ എക്സാലോജിക്കിനും നൽകിയിട്ടുണ്ട് എന്നായിരുന്നല്ലോ ഇതുവരെ വീണ വിജയൻ വാദിച്ചുകൊണ്ടിരുന്നത്. 2017 മുതൽ 2021 വരെ ഇത്തരത്തിൽ എനിക്ക് 5 ലക്ഷം രൂപ, എന്റെ കമ്പനിയായിട്ടുള്ള എക്സാലോജിക്കിന് 3 ലക്ഷം രൂപ സേവനത്തിന്റെ പ്രതിഫലമായി ഇങ്ങനെ CMRL ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഈ 2,78,00,000 രൂപയുടെ കണക്ക് എന്നായിരുന്നല്ലോ വീണ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ അതെല്ലാം പച്ചക്കള്ളമാണെന്ന് ശശിധരൻ കർത്ത തന്നെ പറയുന്നു. കാരണം വീണ 1 രൂപയുടെ സേവനം പോലും ഞങ്ങൾ CMRL-ന് നൽകിയിട്ടില്ല എന്നാണ് ശശിധരൻ കർത്ത പറയുന്നത്. വീണ്ടും അവിടെ പൊളിഞ്ഞടുങ്ങുന്നത് നുണകളുടെ ചീട്ടുകൊട്ടാരമാണ് പൊളിഞ്ഞടങ്ങുന്നത്. പിണറായി വിജയനും മകളും കെട്ടിപ്പൊക്കിയ ആ നുണകളുടെ ചീട്ടുകൊട്ടാരം തകർക്കുന്നതാരാണ്? CMRL-ന്റെ MD തന്നെയാണ് ആ നുണകളുടെ ചീട്ടുകൊട്ടാരം തകർത്തിരിക്കുന്നത്. ശശിധരൻ കർത്ത പറയുന്നു, 1 രൂപയുടെ സേവനം പോലും വീണയുടെ ഭാഗത്തു നിന്ന് ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ സ്വീകരിച്ചിട്ടുമില്ല. ഇനി അടുത്തതായി വരുന്നു, വീണ വിജയന്റെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചു എന്നാണല്ലോ നമ്മൾ ഇതുവരെ കേട്ടത്. പക്ഷേ ആ ബാങ്ക് അക്കൗണ്ടിൽ എത്ര രൂപ ഉണ്ടായിരുന്നു എന്നതിനെ സംബന്ധിച്ച് വ്യക്തതയില്ലായിരുന്നു. ഇപ്പോൾ അതും ഇതാ ED പുറത്തുവിട്ടിരിക്കുന്നു. 2 ബാങ്ക് അക്കൗണ്ടുകളാണ് വീണയ്ക്കുള്ളത്. ആ 2 ബാങ്ക് അക്കൗണ്ടുകളും മരവിപ്പിച്ചു. അതിൽ ഒരു അക്കൗണ്ടിൽ 16.5 ലക്ഷം രൂപ, രണ്ടാമത്തെ അക്കൗണ്ടിൽ 15.5 ലക്ഷം രൂപ, അങ്ങനെ 32 ലക്ഷം രൂപയാണ് വീണയുടെ അക്കൗണ്ടിൽ ഉണ്ടായിരിക്കുന്നത്. ആ 2 അക്കൗണ്ടുകളും ED ഫ്രീസ് ചെയ്തിരിക്കുന്നു. അങ്ങനെ ആ ഫ്രീസ് ചെയ്ത അക്കൗണ്ടിലെ കണക്കുകളും ഇതാ പുറത്തു വന്നിരിക്കുന്നു. 2 അക്കൗണ്ടുകളിലായി വീണ വിജയന് 32 ലക്ഷം രൂപ ഉണ്ടായിരുന്നു. തീർന്നില്ല. മെയ് 27-ാണല്ലോ ബേക്കറി ജംഗ്ഷനിലെ പിണറായി വിജയന്റെ വീട് റെയ്ഡ് ചെയ്തത്. അന്നാണല്ലോ 300 പേർ ചേർന്ന് EDയുടെ 3 വാഹനങ്ങൾ അടിച്ചു തകർത്തത്. അന്ന് പിടിച്ചെടുത്ത വീണയുടെ മൊബൈൽ ഫോണിൽ നിന്നും നിർണായകമായ രേഖകൾ കിട്ടി. മാത്രമല്ല വീണയുടെ ആ റെയ്ഡിൽ നിന്നും വീണയുടെ ഭാഗത്തു നിന്നും ഒരു ചുവന്ന ഡയറി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പിടിച്ചെടുത്തിരിക്കുന്നു. അതിലെ 1 മുതൽ 9 വരെയുള്ള പേജുകൾ വളരെ നിർണായകമാണ് എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഈ ഒരു റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. മറ്റൊന്ന്, ഒരു A4 ഷീറ്റും അന്ന് പിടിച്ചെടുത്തിരുന്നു. മെയ് 27-ാം തീയതി. അന്ന് 3 കാര്യങ്ങളാണ് പിടിച്ചെടുത്തത്. വീണയുടെ ഫോൺ പിടിച്ചെടുത്തു, ഡയറി പിടിച്ചെടുത്തു, ഒരു A4 ഷീറ്റ് പിടിച്ചെടുത്തു. ആ A4 ഷീറ്റിലും നിർണായകമായിട്ടുള്ള ചില രേഖകൾ, ചില തെളിവുകൾ ഉണ്ട് എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ പറയുന്നത്. അങ്ങനെ ആ ഡയറിയുടെ 1 മുതൽ 9 വരെയുള്ള പേജുകളിൽ വീണയ്ക്ക് തന്നെ കുരുക്കാകുന്ന, വീണയെ തന്നെ നിയമക്കുരുക്കിലേക്ക് കൊണ്ട് തള്ളുന്ന നിർണായകമായിട്ടുള്ള രേഖകളാണ് ആ 1 മുതൽ 9 വരെയുള്ള പേജുകൾ എന്നാണ് ED വെളിപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഇന്ന് പിണറായി വിജയൻ വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ ചോദിച്ചു, എന്താണ് ഇതിന്റെ യാഥാർത്ഥ്യം? ഇപ്പോൾ ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പുറത്തുവിട്ടിരിക്കുന്നല്ലോ, ശശിധരൻ കർത്തയ്ക്ക് ഒരു സേവനവും അങ്ങയുടെ മകൾ നൽകിയിട്ടില്ല എന്നാണല്ലോ ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറഞ്ഞിരിക്കുന്നത്. ഈ 2,78,00,000 രൂപയുടെ കണക്കാണല്ലോ ഇവിടെ പ്രധാനം. പിന്നെ മറ്റൊന്നുകൂടി ഉണ്ടല്ലോ, എൻപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന CMRL-ലെ അനുബന്ധ കമ്പനി. ആ കമ്പനിയിൽ നിന്ന് അങ്ങയുടെ മകൾ 50 ലക്ഷം രൂപ വായ്പ വാങ്ങിച്ചല്ലോ. അതിൽ നിന്ന് 4 ലക്ഷം രൂപ മാത്രമേ തിരിച്ചടച്ചിട്ടുള്ളൂ. എന്താണ് അങ്ങയുടെ പ്രതികരണം എന്ന് ചോദിച്ചപ്പോൾ പിണറായി വിജയൻ പറഞ്ഞത് എന്താണ്? എല്ലാം മാധ്യമ സൃഷ്ടിയാണ്. എങ്ങനെയാണ് PK ശ്രീമതിക്കെതിരെ കഴിഞ്ഞ തവണ കള്ളവാർത്ത ഉണ്ടാക്കിയത്? എങ്ങനെയാണ് പണ്ട് കമല ഇന്റർനാഷണൽ എന്ന് പറയുന്ന തന്റെ ഭാര്യയുടെ പേരിൽ വലിയൊരു കമ്പനി ഉണ്ട് എന്ന് മാധ്യമങ്ങൾ കള്ളവാർത്ത നൽകിയത്? അതുപോലെ വെറും ഒരു കള്ളവാർത്ത മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന EDയുടെ മൊഴി. അങ്ങനെ നിങ്ങൾ പലതും ഉണ്ടാക്കും, അങ്ങനെ മാധ്യമങ്ങൾ പലതും ഉണ്ടാക്കും. അങ്ങനെയാണ് ഇന്ന് പിണറായി വിജയൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഈ ഒരു റിപ്പോർട്ടിനോട് പ്രതികരിച്ചത്. അതായത് ശശിധരൻ കർത്തയുടെ കമ്പനിക്ക് 1 രൂപയുടെ പോലും 5 പൈസയുടെ പോലും സേവനം പിണറായി വിജയന്റെ മകൾ നൽകിയിട്ടില്ല എന്ന് ശശിധരൻ കർത്ത തന്നെ പറയുമ്പോൾ അതിനെ മാധ്യമ സൃഷ്ടി എന്നാണ് പിണറായി വിജയൻ വിശേഷിപ്പിക്കുന്നത്. എല്ലാം മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന കള്ളക്കഥ എന്നാണ് പിണറായി വിജയൻ പറയുന്നത്. കമല ഇന്റർനാഷണൽ വിട്ടോ? അല്ല, കമല ഇന്റർനാഷണൽ വിട്ടോ? കമല ഇന്റർനാഷണൽ വിട്ടോന്ന്
ആരാ പുറത്ത് വിട്ടിരിക്കുന്നു? ആരാ പുറത്ത് വിട്ടത്? ആരാ പുറത്ത് വിട്ടത്? മാധ്യമങ്ങളിലല്ലേ ശ്രീമതി ടീച്ചറെ വാർത്ത വന്നത്? മാധ്യമങ്ങളിലല്ലേ ശ്രീമതി ടീച്ചറെ വാർത്ത വന്നത്? മാധ്യമങ്ങളിൽ വന്നെന്നുള്ളത് കൊണ്ട് മാത്രം അത് ശരിയാവൂ? രേഖയുണ്ടെങ്കിൽ രേഖ കാണിച്ചോട്ടെ, രേഖ കാണിച്ചോട്ടെ. എങ്ങനെ? അതൊക്കെ നിങ്ങളുടെ സൃഷ്ടിയല്ലേ? നിങ്ങൾക്ക് എന്തെല്ലാം സൃഷ്ടിക്കാം? നിങ്ങൾ ഏതെല്ലാം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നവരാണ്? എത്ര കാലമായി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു? ആ സൃഷ്ടിക്കുന്നതിന് വല്ല ഫലവും ഉണ്ടാക്കാൻ കഴിഞ്ഞോ? ഇനി ഇതും കുറച്ചുനാൾ നോക്ക്, എന്താണ് ചെയ്യാൻ പറ്റുക. ഞാനിപ്പം നിങ്ങളെ മുമ്പിൽ വേറെ മറ്റൊന്നും പറയാൻ നിൽക്കുന്നില്ല കേട്ടോ. അത് നല്ല ശ്രമങ്ങൾ നടത്തി നോക്ക്, ഇങ്ങനെ കുറച്ച് സൃഷ്ടിച്ചിട്ട് എന്തെങ്കിലും കിട്ടുമെന്നുള്ളത്. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ? നിങ്ങളത് വ്യക്തമായി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എങ്ങനെയെങ്കിലും എന്നിലേക്ക് എത്തിക്കാനാകുമോ എന്നാണല്ലോ പലരും നോക്കുന്നത്. എന്നോട് അത്രമാത്രം താല്പര്യമാണല്ലോ എല്ലാവർക്കും. അഥവാ വരട്ടെ എന്നെല്ലാം നമ്മൾ കണ്ടിരിക്കുന്നു. കമല ഇന്റർനാഷണൽ വിട്ടോ? അല്ല, കമല ഇന്റർനാഷണൽ വിട്ടോ? കമല ഇന്റർനാഷണൽ വിട്ടോന്നു? ആ കാര്യത്തില് സാധാരണ നില വിട്ടുള്ള പല കാര്യങ്ങളും കാണുന്നുണ്ട്. എൻ്റെ ഒരു മുഖ്യമന്ത്രി എന്ന പരിചയത്തിൽ പറഞ്ഞാൽ സാധാരണ നില വിട്ടിട്ടുള്ള ഒരു നടപടിക്രമങ്ങൾ അതിൽ കാണുന്നുണ്ട്. പക്ഷെ ഇപ്പൊ ഞാൻ അതിനെക്കുറിച്ച് പരസ്യമായി പ്രതികരിക്കുന്നില്ല. ശശിധരൻ കർത്തയുടെ മൊഴി പുറത്തു വന്നതോടുകൂടി 2 പേരാണ് കുടുങ്ങുന്നത്, 2 പേരാണ് ഊരാക്കുടുക്കിൽപ്പെട്ടിരിക്കുന്നത്. ഒന്ന് പിണറായി വിജയൻ, 2 വീണ വിജയൻ. ശശിധരൻ കർത്തയുടെ മൊഴിയിൽ പറയുന്നതാണ് പിണറായി വിജയനുമായുള്ള വ്യക്തിബന്ധത്തിന്റെ പേരിലാണ് ഈ പണം നൽകിയിരിക്കുന്നത്. എന്താണ് ഇവർ തമ്മിലുള്ള ബന്ധം? കാരണം അറിയാമല്ലോ, ശശിധരൻ കർത്തയെ ഇവിടുത്തെ കരിമണൽ ഖനനത്തിന്റെ ഒരു ഏറ്റവും നിർണായകമായിട്ടുള്ള കണ്ണി എന്ന നിലയിലാണ് CPIM വിശേഷിപ്പിക്കുന്നത്. കരിമണൽ കടത്തുകാരനെന്നാണ് CPM സഖാക്കൾ വിശേഷിപ്പിക്കുന്നത്. അങ്ങനെയുള്ള ഒരാളുമായി എന്താണ് പിണറായി വിജയന് ബന്ധം? എന്ത് പേഴ്സണൽ ബന്ധമാണ്, എന്ത് വ്യക്തിപരമായ ബന്ധമാണ് പിണറായി വിജയനും ഇങ്ങനെയുള്ള ഒരു വ്യവസായിയും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത് എന്ന് പിണറായി വിജയന് വ്യക്തമാക്കേണ്ടി വരും. ഒരുപക്ഷെ നാളെ ED വീണയെ വിളിപ്പിക്കുന്നതിനൊപ്പം തന്നെ പിണറായി വിജയനെ സമൻസ് അയച്ച് വിളിച്ചു വരുത്തി ചോദിക്കുന്ന ഒരു ചോദ്യമാകാം ഇത്, പ്രധാനപ്പെട്ട ഒരു ചോദ്യമാകാം ഇത്. പിണറായി വിജയനും ശശിധരൻ കർത്തയും തമ്മിലുള്ള ബന്ധം എന്താണ്? എങ്ങനെയാണ് നിങ്ങൾ തമ്മിലുള്ള ബന്ധം? എന്തിനു വേണ്ടിയിട്ടാണ് ആ ബന്ധം? എന്തിനു വേണ്ടിയിട്ടാണ് ശശിധരൻ കർത്ത താങ്കളുടെ മകൾക്ക് ഒരു സേവനവും നൽകാതെ ഈ 2,78,00,000 രൂപയും 50 ലക്ഷം രൂപയുടെ വായ്പയും നൽകിയത് എന്ന് ചോദിക്കുമ്പോൾ ഉത്തരം മുട്ടുന്നത് പിണറായി വിജയന് മാത്രമല്ല, മകൾ വീണ വിജയനുമാണ്. വീണ വിജയനെ ഉടൻ തന്നെ സമൻസ് അയച്ച് ED വിളിച്ചു വരുത്തുമല്ലോ. അന്ന് എന്തായിരിക്കും ഈ ഒരു രേഖ അങ്ങോട്ട് നിരത്തി ചോദിക്കുമ്പോൾ, ED ചോദിക്കുമ്പോൾ എന്തായിരിക്കും വീണയ്ക്ക് പറയാനുണ്ടാവുക? അതിനുവേണ്ടി കാത്തിരിക്കാം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.